ക്രൈസ്തവ മതം പ്രചരിപ്പിക്കാനുള്ള മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി കണക്കാക്കാനാവില്ലെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം നിലപാട് വ്യക്തമാക്കിയത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഓരോ പൗരനും തന്റെ മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് മുതിർന്ന അഭിഭാഷകൻ പി. വിൽസൺ മുഖേന സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ ചൂണ്ടിക്കാട്ടി. മതം പ്രചരിപ്പിക്കുന്നത് നിയമവിരുദ്ധമല്ല. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ക്രമസമാധാനം, ധാർമ്മികത, പൊതുജനാരോഗ്യം എന്നിവയെ ബാധിക്കുന്നതാണെങ്കിൽ ഗൗരവമായി കാണണം. ഭീഷണി, വഞ്ചന, പ്രലോഭനം, അന്ധവിശ്വാസം എന്നിവയില്ലാതെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ പൗരന്മാർക്ക് അവകാശമുണ്ട്. മറ്റൊരാളെ മതം മാറ്റുക എന്നത് ഒരു മൗലികാവകാശമല്ലെങ്കിലും സ്വന്തം മതം പ്രചരിപ്പിക്കാനും തനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പൗരന്മാർക്ക് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ മതം സ്വതന്ത്രമായി തെരഞ്ഞെടുക്കാൻ അനുവാദം നൽകണം. അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളിലും സ്വകാര്യതയിലും സർക്കാർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് ഉചിതമല്ല എന്ന് തമിഴ്നാട് സർക്കാർ വ്യക്തമാക്കി. മതവിശ്വാസം എന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. തമിഴ്നാട്ടിൽ 17 വയസ്സുകാരി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജിക്കുള്ള മറുപടിയായാണ് സർക്കാർ ഈ നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും പാവപ്പെട്ടവരെ പ്രലോഭിപ്പിച്ചോ വഞ്ചിച്ചോ മതം മാറ്റുന്ന സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു.